ജാസ്മിൻ അഗൻസ്റ്റ് ആയിട്ടും സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മൂപ്പൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ആള് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. ഹലോ ഗൈസ്, ദിസ് ഈസ് RJ ആൻഡപ്പൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ഇന്ന് പറയാൻ പോകുന്നത് ടോക്സിക് ഫാൻസ്, ബിഗ് ബോസിൻ്റെ ടോക്സിക് ഫാൻസ്. ഞാൻ ആക്ച്വലി ആദ്യം ആ വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്കാം. എല്ലാത്തിനും പ്രാന്താണ്. ഈ പല കഴിവറിന്റെ മോനെ മൂപ്പനെ എടുത്ത് അടിച്ച് അവൻ്റെ ഈ സത്യം ഇവനെ കൈ കിട്ടാൻ എന്ത് ചെയ്യുന്നോ മറ്റേ ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, തേക്കാത്ത ചുവല അങ്ങോട്ട് തേക്കാത്ത ചുവല നല്ല സിമെന്റ് തറയിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ ആ മുഖത്തിൽ എങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഉരച്ച് രക്തം വരുത്തി അങ്ങനെ ഞാൻ ചേട്ടാ അവിടുത്തെ ഒരു ഭാഗം മൊത്തത്തിൽ സ്കിന്നും അങ്ങ് വലിച്ച് പറിച്ച്. എനിക്ക് സത്യം അങ്ങനത്തെ ദേശമാണ് ഈ മൂപ്പൻ്റെ അടുത്തുള്ളത്. ഇവനൊക്കെ എത്ര പൈസ വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ അടച്ചിടക്കുന്നത് ആരായിരുന്നാലും. പിന്നെ ഇവന്റെ കൂടെ വേറൊരു അതുല എന്നൊരു സെറ്റയും കൂടെ ഉണ്ട്. ഇവന്മാർക്ക് രണ്ടുപേർക്കാണ് സിബിന്റെ സപ്പോർട്ട് ചെയ്യാതെ ഇയാൾ നടക്കുന്നത്. ജാസ്മിനെ കുറ്റം പറയണം, സിബിനെ സപ്പോർട്ടും ചെയ്യണം. ഇവന്റെ കാലക്കുറ്റിയൊക്കെ കയ്യിലുണ്ട്, കൈയുടെ അടുത്ത് കിട്ടിയ വേറെ ഒന്നുമല്ല, ഒറ്റാടി അങ്ങ് പൊട്ടിച്ചിട്ട് ഞാൻ 32 പല്ലുണ്ട്. എനിക്കതല്ല മറ്റേ നമ്മുടെ ആ സിനിമയുണ്ടല്ലോ, ഏതാ അമർ അക്ബർ ആന്റണി ലാസ്റ്റ് മറ്റേ കൊച്ചിന് കൊല്ലുന്നവന്റെ രണ്ട് കിളവനെയും മറ്റേ ബംഗാളിയും കുപ്പി ചില്ല് കൊണ്ട് കുത്തി കൊല്ലൂലേ, അതുപോലെ കൊല്ലണം. അതില് കൊലപാതക ഭീഷണിയാണ്. ഭീഷണി എന്നല്ല, ഒരു തരത്തിൽ ഒരു ഗ്രൂപ്പില് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ എന്തിനാ മുല്ലപ്പൂവിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. ജാസ്മിൻ അഗൻസ്റ്റ് ആയിട്ടും സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മൂപ്പൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ആള് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ മുഖം പിടിച്ച് ഇന്ന സ്ഥലത്തൊക്കെ തേക്കും ഉരയ്ക്കും, ആ സ്കിന്നൊക്കെ പറയും. എടാ, ഞാൻ ഈ പറയുന്ന ആളുടെ ഒരു മെൻ്റൽ ഇതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ച് നോക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജാസ്മിൻ്റെ ഉപ്പയോ ഉമ്മയോ ഒന്നും അല്ല നിങ്ങൾ. ഇനിയിപ്പോൾ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും അവർക്ക് ആർക്കും ഇല്ലാത്ത വിക്ഷേപണമൊന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി ജാസ്മിനുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധമുണ്ടെങ്കിൽ തന്നെ മറ്റൊരാളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചിന്തകളൊന്നും വേണ്ടപ്പോൾ. ഇതിപ്പോൾ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് വന്നതാണോ, ഇനി എന്തുകൊണ്ടാണ് ഇത് തമാശയായിട്ട് പറഞ്ഞതല്ലേ, അങ്ങനെ വിട്ടാൽ പോരെയെന്ന് ചിന്തിച്ചാൽ പോരെയെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനൊരു എക്സാമ്പിൾ പറയാം. ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ തന്നെയാണ് അയാളെ ആറാട്ടണ്ണൻ എന്നുള്ള രീതിയിലൊക്കെ ഇട്ടത്. സന്തോഷ് വർക്കി അയാൾ ഈ ഇടയ്ക്ക് പബ്ലിക്കിൽ ഒരു അടി ഉണ്ടാവേണ്ട ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതിനെ പറ്റി ഞാൻ പറയല്ല. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ്റെ പല വീഡിയോയുടെ അടിയിലും ഈ പറയുന്ന പോലെ അവൻ തല്ലുകൊള്ളേണ്ടവനാണ്, ഇവനെയൊക്കെ ആരുടെ ക്രിയേറ്റ് ഈ പറയുന്ന പോലെ വീഡിയോ എടുക്കാൻ പോകുന്നത്, ഇതൊക്കെ കൊണ്ടല്ലേ, അങ്ങനെ പലതരത്തിലുള്ള കമൻസ് വരാറുണ്ട് അല്ലേ. ഇത് നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ളതെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് വർക്കിയെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന ഒരൊറ്റ സംഭവം എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി പരമായിട്ടാണ് കേട്ടോ. നമ്മൾ ഈ കമൻറ്റുകൾ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിച്ച് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സന്തോഷ് വർക്കിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇവൻ തല്ലുകൊള്ളേണ്ടവനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ കൈവച്ചും പോവും. നമ്മളെ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആക്ടുകളിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മൂപ്പൻ ഇനിയിപ്പോൾ ജാസ്മിനെ എഗൻസ്റ്റ് ആയിട്ടോ ജാസ്മിൻ്റെ ഗെയിമിന് എഗൻസ്റ്റ് ആയിട്ടോ പറഞ്ഞുകൊള്ളട്ടെ. ഈ പറഞ്ഞതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ മൂപ്പനോ അല്ലെങ്കിൽ അതുലോ ആരെങ്കിലും ഒക്കെ ആൾക്കാർ വിചാരിച്ചാൽ മാത്രം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഡിഫെയിം ചെയ്യാനായിട്ട് പറ്റുമോ? ആ പറയപ്പെടുന്ന വ്യക്തിയും ആ രീതിയിലാണെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ അതൊരു നമുക്ക് എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ മുമ്പും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു റിവ്യൂവർ വന്നിരുന്ന് ആ സിനിമ എത്ര കൊള്ളില്ല അല്ലെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞാലും അതൊക്കെ സിനിമ കണ്ടവനെ ആ കണ്ടവൻ്റെ ചിന്തയിലൂടെയേ ഇത് ബാധിക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ട ആൾക്ക് തോന്നണം ഈ സിനിമ കൊള്ളില്ല, അപ്പം ശരി, എന്നാൽ മൂപ്പൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുമായിരിക്കാം. ആ സിനിമ നല്ലതാണ്, മൂപ്പൻ പറഞ്ഞിരിക്കുന്നത് സിനിമ കൊള്ളില്ല എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കണ്ടവൻ എന്തായാലും ഇവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ലേ? സോ ചിന്തിക്കുക ഗൈസ്, ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള തിങ്സിലേക്ക് ഇൻവോൾവ് ആവാതിരിക്കുക പ്ലീസ് ഗൈസ്. ഇറ്റ്സ് ആഫ്റ്റർ എ റിയാലിറ്റി ഷോ, മണി ഇൻവോൾവ് ആയിട്ടുള്ള റിയാലിറ്റി ഷോ ആണ്. അതിൽ നിങ്ങൾ ഇത്രയൊക്കെ ഇൻവോൾവ് ആയിട്ട് അലമ്പാക്കരുതെന്ന് മാത്രമേ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളൂ. ഇൻ കേസ് യു ഗൈസ് like my video, please do subscribe my channel. Thank you.